ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 11. സർക്കാർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനൊപ്പം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ട നടപടി സംസ്ഥാന സർക്കാർ ഇരയ്ക്കൊപ്പമെന്ന സത്യത്തിന് അടിവരയിടുന്നു. സത്യസന്ധവും സമഗ്രവുമായ അന്വേഷണത്തിൽ 20 പ്രതികളെയും അറസ്റ്റ് ചെയ്ത കേരള പോലീസിൽ സിദ്ധാർത്ഥന്റെ കുടുംബം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ CBI അന്വേഷണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചത് പരിഗണിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. നീതി ലഭ്യമാക്കുക മാത്രമല്ല, അത് ബോധ്യമാക്കുക കൂടി വേണമെന്ന ധാർമ്മികതയാണ് ഇക്കാര്യത്തിൽ LDF സർക്കാരിനെ നയിച്ചത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ മകൻ മരണപ്പെട്ട കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് ഈ നടപടി വ്യക്തമാക്കുന്നു. സിദ്ധാർത്ഥന് നീതി ലഭ്യമായെന്ന് കുടുംബത്തിന് ആശ്വാസം കൊള്ളാൻ ഏതറ്റം വരെയും പോകാനും സർക്കാർ തയ്യാറാണെന്നും ഇത് തെളിയിക്കുന്നു. അന്വേഷണം CBIക്ക് വിട്ട തീരുമാനത്തെ സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥന്റെ കുടുംബം ആ ആത്മാർത്ഥത സർവാത്മന ഉൾക്കൊള്ളുകയും ചെയ്തു. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം പുറത്തു വന്നതു മുതൽ SFIയെയും CPIഎമ്മിനെയും LDF സർക്കാരിനെയും വളഞ്ഞിട്ടാക്രമിക്കാൻ വട്ടം കൂടിയവർക്കൊക്കെ നിരാശ സമ്മാനിക്കുന്നതാണ് സർക്കാർ തീരുമാനം. സത്വരം നടപടി സ്വീകരിച്ച സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കാൻ വേണ്ടി മാത്രം നിരാഹാര സമരമടക്കം പ്രഖ്യാപിച്ചവർക്ക് ജാള്യതയിൽ അത് അവസാനിപ്പിക്കേണ്ടി വന്നതും അതുകൊണ്ടാണല്ലോ. അത്യന്തം ഹീനവും അപലപനീയവുമെന്ന് സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തെ SFIയും CPIഎമ്മും വിശേഷിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ട 4 പേർക്കെതിരെ SFI സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ചു. കോളേജുകളിലും ഹോസ്റ്റലുകളിലും റാഗിങ്ങിനെതിരെ ശക്തമായ നിലപാടും നടപടിയും സ്വീകരിച്ചിട്ടുള്ള SFI പ്രതിചേർക്കപ്പെട്ട പ്രവർത്തകരുടെ ദുഷ്പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിച്ചില്ല. ഖേദം പ്രകടിപ്പിക്കുക മാത്രമല്ല, സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി നേരിട്ട് കുടുംബത്തോട് മാപ്പ് പറയുകയും ചെയ്തു. സമൂഹ ശരീരത്തെ ബാധിച്ച പുഴുക്കുത്ത് ഏതാനും പ്രവർത്തകരിലേക്കും ബാധിച്ചു എന്നത് സംഘടന നിഷേധിച്ചില്ല. സത്വരവും സൂക്ഷ്മവുമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്തു. കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് പൊതുസമൂഹത്തിന് ഉറപ്പു നൽകുകയും ചെയ്തു. ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും SFIയെ ക്രിമിനൽ സംഘമെന്ന് മുദ്രകുത്തി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചത്. സംഭവത്തിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവർ ഉൾപ്പെട്ടിരുന്നിട്ടും അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPIഎം ശ്രമിച്ചില്ല. എന്നാൽ ആ രാഷ്ട്രീയ ധാർമ്മികത UDFനും BJPക്കും അന്യമാണെന്ന് അവരുടെ അപക്വവും അന്തസാരശൂന്യവുമായ പ്രതികരണങ്ങൾ തെളിയിച്ചു. 20 പ്രതികളിൽ 4 പേരൊഴികെ മറ്റു പ്രതികളുടെ രാഷ്ട്രീയവും സംഘടനയും അന്വേഷിക്കാൻ മാധ്യമങ്ങളും തയ്യാറായില്ല. CPIഎമ്മും SFIയും പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ തിമിരം ബാധിച്ച മാധ്യമങ്ങളുടെയും വാദം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുക കൂടി ചെയ്തതോടെ ആ വാദം പൊളിഞ്ഞു. പിന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടായി സമരാഭാസം. സർക്കാരിന് എന്തോ ഒളിക്കാനുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. സർക്കാർ വിരുദ്ധ മാധ്യമങ്ങളുടെ സഹായത്തോടെ അതിന് കൊണ്ടുപിടിച്ച ശ്രമവും നടന്നു. സർക്കാരിന് തുറന്ന മനോഭാവമെന്ന പ്രഖ്യാപനത്തോടെ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടതോടെ ഒരു രാഷ്ട്രീയ നാടകം കൂടി പൊളിഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായ സംഭവത്തിൽ സത്വരവും നീതിപൂർവകവും സുതാര്യവുമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. പോലീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വെറ്ററിനറി സർവകലാശാലയും കോളേജ് അധികൃതരും കൃത്യവും വ്യക്തവുമായ നടപടികൾ എടുത്തു. ഇനി ഒരിക്കലും ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാവരുതെന്ന ദൃഢനിശ്ചയം മാത്രമായിരുന്നു ആ നടപടികളിൽ നിഴലിച്ചത്. അതിന്റെ തുടർച്ചയാണ് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ട നടപടി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടായ അപരിഹാര്യമായ നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യവും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയുമാണ് സർക്കാരിൻ്റെയും CPIഎമ്മിൻ്റെയും SFIയുടെയും നടപടികളിൽ പ്രകടമായത്. പൊതുസമൂഹം അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന് തെളിവാണ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് കഥാകൃത്ത് T. പത്മനാഭൻ നടത്തിയ പ്രതികരണം.